The last class we have discussed some operations on inverse function of inverse random variables, that is x inverse. First one was if b subset of c subset of omega prime. So what is omega and omega prime? We are considering two spaces. First one is this is sigma. This is one sigma field. Sorry. Hello. Okay. Already വിളിക്കാൻ പറ. Okay. ഞാൻ പറഞ്ഞിട്ടുണ്ട്. Okay. So this is so we consider two sets. One is omega. So let us denote it as O. ഞാൻ O എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഒമേഗ എടുക്കാൻ പറ്റാതെ. And this is O dash. ഒമേഗ ഡാഷ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒമേഗ ഡാഷ് O dash. കാരണം നിങ്ങൾ അങ്ങനെ ഓർത്തുക. O dash ഇത് സിഗ്മ ഫീൽഡായിട്ട് കണക്കാക്കാം. ഒമേഗയുടെ ഒമേഗ ഡാഷിൻ്റെ സിഗ്മ ഫീൽഡ്. അപ്പോൾ ഇനി വേറെ വരാൻ സാധ്യതയുള്ള നൾ സെറ്റ് വരും. ഇവിടെ നൾ സെറ്റ് വരും. അതുപോലെ തന്നെ സെറ്റ് എ വരും. ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ബി അല്ലെങ്കിൽ എങ്ങനെയായിട്ടുണ്ട് ബി സി സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എടുത്തിരിക്കുന്നത്. ഇവിടെ സി എന്ന് പറയുന്ന സെറ്റ് എടുത്തു. അതുപോലെ അതിനേക്കാളും ബിഗറായിട്ടുള്ളൊരു സെറ്റ് bigger. Okay, so that is the pictorial representation. Here x inverse of b will be some set here. B യുടെ ഇൻവേഴ്സ് ഇങ്ങനെയാണ് എക്സ് കിടക്കുന്നത്. ഓക്കെ, this is x inverse. Okay, that is x inverse b. Then we can plot another x inverse c. Sorry, ഇത് b ചെറുതും സി വലുതുമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ബി ആണ് ചെറുത്. അപ്പം ഇത് ബി എടുക്കാം. ഇത് ബി സി വലുതാണ്. ഓക്കെ, സി x inverse b. Then അപ്പോൾ ബിയുടെ ഇൻവേഴ്സ് ഇതാണെങ്കിൽ അതിനേക്കാളും വലിയൊരു സെറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതായിരിക്കും സ്വാഭാവികമായിട്ടും. സോ ദാറ്റ് ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് ആക്ച്വലി x inverse c. Okay, x inverse c. So that is a idea. X inverse of b equal to set up for omega such x of
എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ അതാണ് ആദ്യത്തെ. ഇനി രണ്ടാമത്തത് ബി കെ സബ്സെറ്റ് ഓഫ്. സോ എക്സ് ഇൻവേഴ്സ് നമുക്ക് കിട്ടി, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യണം. എക്സ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ബി കെ ഈക്വൽ ടു യൂണിയൻ കെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കെ. ദെൻ ലാസ്റ്റ് വൺ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെന്റ്. So from this we can say that x inverse of omega dash, x inverse of omega dash is equal to set of all omega such that inverse ആണ്. അതപ്പോൾ ഏതാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഡാഷ് എന്ന് പറയുന്നത്? ഇതാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ഒമേഗ ഡാഷ്. ദിസ് ഈസ് എക്സ് ഇൻവേഴ്സ് ഓഫ് ആ സെറ്റ്. ഇതാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് omega dash. Okay, omega dash is, so this is x inverse of omega dash and that equal to, that is actually omega കാരണം അത് o ആണല്ലോ. അതുപോലെ തന്നെ x inverse of phi is equal to phi. Now if a intersection b equal to null set, then x inverse of a intersection b is equal to ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ, രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇതിലിപ്പോൾ 2.10ൽ ആകെ രണ്ട് സെറ്റ് ഉള്ളെങ്കിൽ അത് ഇതാണ് റിസൾട്ട് വരിക. എക്സ് ഇൻവേഴ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു, അത് ലെഫ്റ്റ് സൈഡ് പോലെ 2.10ൻ്റെ ദാറ്റ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ദാറ്റ് ഈക്വൽ ടു 5. സോ ഇഫ് എ ആൻഡ് ബി ആർ ഡിസോയിൻഡ്, ദെൻ എക്സ് ഇൻവേഴ്സ് ആൻഡ് എക്സ് ഇൻവേഴ്സ് ബി ആർ ഡിസോയിൻഡ്. അതാണ് അവിടെ പോയിന്റ്. ഓക്കെ, if x inverse, if c dash is any certain class of subsets of omega dash, then x inverse of c dash is equal to x inverse of c such that c belongs to c dash. Inverse of c dash എന്ന് പറയുന്നതായിരിക്കും സെറ്റ് അല്ല, ഒരു ക്ലാസ് ഓഫ് സെറ്റ്സ് എടുത്തു. റൈറ്റ് സൈഡ് ഒരു ക്ലാസ് ഓഫ് സെറ്റ്സ് എടുത്തു, മനസ്സിലായില്ലേ? അതിനെ നമ്മൾ സി ഡാഷ് എന്ന് വിളിച്ചു. സി ഡാഷ് അതായത് ഒരു ക്ലാസ് ആണ്, ഒന്നിലധികം സെറ്റുകളുണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? സോ ദാറ്റ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി ക്ലാസ് സി ഡാഷ് ഈസ് ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻവേഴ്സ് ഓഫ് സി സച്ച് ദാറ്റ് സി ഈസ് ടേക്കൺ ഫ്രം സി ഡാഷ്. സി ഡാഷിൽ ഒരു എലിമെൻ്റ് എടുത്ത് അതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് കിട്ടുന്നൊരു കളക്ഷൻ ഉണ്ടാവും, ഒരു സെറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻവേഴ്സ് സെറ്റുകളുടെ കളക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സി ഡാഷ് എന്ന് പറയുന്ന ക്ലാസ്സിൽ, ഇതാണ് സി ഡാഷ് എന്നുള്ള ക്ലാസ് വിചാരിക്കുക. അപ്പോൾ അതിൽ കുറച്ചധികം സെറ്റുകൾ ഉണ്ടാവും, ഒന്നിലധികം സെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? ആ ക്ലാസ് മാപ്പ് ചെയ്യുന്നത് എക്സ് ഇൻവേഴ്സ് ഓഫ് സി ഡാഷ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്കായിരിക്കും, മനസ്സിലായില്ലേ? ഇവിടേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ ക്ലാസ്സിലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇതിലെ ഒരു എലിമെൻ്റ് എടുത്താൽ, ഉദാഹരണത്തിന് ഈ ഒരു എലിമെൻ്റ് എടുത്താൽ ഇപ്പുറത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു എലിമെൻ്റ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഐഡിയ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ക്ലാസ്സിലുള്ള ഓരോ എലിമെൻ്റ് എടുക്കുമ്പോഴും ഇപ്പുറത്ത് അതേപോലെ ഒരു കളക്ഷൻ ഓഫ് സെറ്റ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി വേറെ ഒരെണ്ണം എടുത്താൽ നമുക്കറിയാം അത് വേറൊരു സെറ്റാണെന്ന് വിചാരിക്കാം. അത് എന്തിനു കറസ്പോണ്ടിങ് ആയിരിക്കും? അതെന്തിനു കറസ്പോണ്ടിങ് ആയിരിക്കും? ഇവിടെ വേറെ ഏതൊരു സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് സെറ്റ് ഈസ് മാപ്ഡ് ടു ദിസ് വൺ. റിവേഴ്സ് മാപ്പിംഗ്, ഇൻവേഴ്സ് മാപ്പിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഐഡിയ. സോ എക്സ് ഇൻവേഴ്സ് ഓഫ് സി ഡാഷ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് ഓഫ് സി സച്ച് ദാറ്റ് സി ബിലോങ്സ് ടു സി ഡാഷ്. സോ അങ്ങനെ ആകുമ്പോൾ റൈറ്റ് സൈഡിലും എന്താണ്, സ്വാഭാവികമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദിസ് ഈസ് ഈ ക്ലാസ് ഓഫ് കളക്ഷൻ ഈസ് എ സിഗ്മ ആൾജിബ്ര ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് ദിസ് ക്ലാസ് ഈസ് എ സിഗ്മ ആൾജിബ്ര, ആൾജിബ്ര ആണെങ്കിൽ ചോദ്യം എന്താണ് is this a sigma algebra or this class, whether this class is a sigma algebra. അതാണ് ചോദ്യം, മനസ്സിലായില്ലേ?
ഡൊമൈനിലുള്ള ഒരു സിഗ്മ ആൾജിബ്ര. ഇത് അപ്പോൾ റേഞ്ചിലുള്ള സിഗ്മ ആൾജിബ്രയ്ക്ക് കറസ്പോണ്ടിങ് ഒരു ഡൊമൈനിലെ അത് സിഗ്മ ആൾജിബ്ര ആണോ, അതാണ് ചോദ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? So that can be answered through this corollaries. Suppose if A is a class of subsets of omega and is a sigma field, then class B of all sets whose inverse images belongs to A is also a sigma field. അപ്പോൾ ഒരു പാർഷ്യൽ ആൻസർ ഇതാണ്. പറഞ്ഞിരിക്കുന്നത് if A is a class of subsets of omega and is a sigma field, then class B of all sets whose inverse images belongs to this A is also a sigma field. Then the class script B of all sets whose inverse images belongs to A is also a sigma field. അപ്പോൾ ഇവിടെ ഇതേപോലെ രണ്ട് ക്ലാസ് എടുത്തിരിക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് ദ മൊത്തത്തിലുള്ള സബ്സെറ്റുകൾ. സപ്പോസ് ദിസ് ഈസ് എ സ്ക്രിപ്റ്റ് എ ആണ് കേട്ടോ. സ്ക്രിപ്റ്റ് എ ദാറ്റ് ഈസ് എ സിഗ്മ ആൾജിബ്ര. അതാണ് നമ്മൾ പറയുന്നത് സിഗ്മ ആൾജിബ്ര. ഓക്കെ, ഇറ്റ് ഈസ് എ സിഗ്മ ആൾജിബ്ര. യെല്ലോ കളർ ഈസ് എ ആൾജിബ്ര. ദെൻ പിന്നെന്താ പറയുന്നത്, ആൻഡ് ദെൻ ദ ക്ലാസ് സ്ക്രിപ്റ്റ് ബി ഓഫ് ഓൾ സെറ്റ്സ് ഹൂസ് ഇൻവേഴ്സ് ഇമേജ് ബിലോങ്സ് ടു എ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുള്ള സെറ്റുകൾ എടുത്തു. മനസ്സിലായി? ഇത് സ്ക്രിപ്റ്റ് ബി ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജുകളൊക്കെ എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും. മനസ്സിലായില്ലേ? സ്ക്രിപ്റ്റ് ബി ഇസ് എ ക്ലാസ് ഓഫ് ഓൾ സെറ്റ്സ് ഹൂസ് ഇൻവേഴ്സ് ഇമേജസ് ബിലോങ്സ് ടു എ ഈസ് ഓൾസോ എ സിഗ്മ ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഇമേജുകൾ ഈ ഒരു സിഗ്മ ആൾജിബ്രയിൽ നമ്മൾ സിഗ്മ ആൾജിബ്ര ആയതുകൊണ്ട് അതിൽ ചെറിയ ചെറിയ സെറ്റുകൾ ഉണ്ടാവും, ഇതിലുണ്ടാവും. ക്ലാസ്സാണ്. ക്ലാസ് പറഞ്ഞാൽ ഒരു കുറച്ച് കളക്ഷൻ. അപ്പോൾ അതിൽ സെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു സിഗ്മ ആൾജിബ്രയാണ്. സ്ക്രിപ്റ്റ് ബി സിഗ്മ ആൾജിബ്ര ആകുന്നത് എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് ബി ഓഫ് ഓൾ സെറ്റ്സ് ഹൂസ് ഇൻവേഴ്സ് ഇമേജസ് ബിലോങ്സ് ടു എ. അപ്പോൾ സ്ക്രിപ്റ്റ് എയിലാണ്. ഈ സ്ക്രിപ്റ്റ് ബിയിൽ നിന്നൊരു മെമ്പർ എടുത്താൽ അത് എയിലുണ്ട്. മനസ്സിലായില്ലേ? സ്ക്രിപ്റ്റ് ബിയിൽ നിന്ന് ഒരു മെമ്പർ എടുത്താൽ എയിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതൊരു സിഗ്മ ആൾജിബ്ര ആണെന്നാണ് പറയുന്നത്. ഓക്കെ, so the proof is very simple. So by the definition of script B, and since A is a sigma algebra, we know that if B1, B2, etc. Belongs to script B, then x inverse of B1, x inverse of B2, etc. x inverse of A1. കാരണം ബി സ്ക്രിപ്റ്റ് ബിയിൽ ഒരു മെമ്പർ എടുത്താൽ ആ മെമ്പറിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എവിടെ ഉണ്ടാവും? സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഐഡിയ. ഇഫ് B1, B2, etc. belongs to script B, then x inverse of B1, x inverse of B2, etc. x inverse അത് അപ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി എന്താണ്? ദിസ് ഈസ് സം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ് ഇൻവേഴ്സ് ആണ് അല്ലേ? എക്സ് ഇൻവേഴ്സ് ഓഫ് ഏതെങ്കിലും സെറ്റ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും സെറ്റാണ്. സോ ദാറ്റ് ഈസ് എക്സ് ഇൻവേഴ്സ് ഓഫ് B1, എക്സ് ഇൻവേഴ്സ് B2, etc. belongs to script A. നൗ സ്ക്രിപ്റ്റ് എ സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൗണ്ടബിൾ കളക്ഷൻ എടുത്താൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് intersection I from 1 to infinity x inverse of BA belongs to script A. കാരണം script A is a sigma field എന്ന് പറയുന്നുണ്ട്. So by the definition of previous result, equation 2.10 അല്ലേ? equation 2.10 പ്രകാരം intersection of x inverse of B ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? x inverse of intersection B ക്ക് എന്ന് എഴുതാം. എന്ന് പറഞ്ഞ പോലെ x inverse of intersection BA belongs to script A എന്ന് എഴുതാം. കാരണം അത് രണ്ട് സെയിം ആണ്. സോ എക്സ് ഇൻവേഴ്സ് ഇൻ്റർസെക്ഷൻ ബി ഐ സ്ക്രിപ്റ്റ് ബിയിൽ ഉണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ബി ഐ എവിടെ ഉണ്ടാവും?
സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. ഓക്കെ, ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. കാരണം അപ്പോഴാണല്ലോ എക്സ് ഇൻവേഴ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി സ്ക്രിപ്റ്റ് എയിലുണ്ടാകുന്നത്. ബിക്കോസ് സ്ക്രിപ്റ്റ് ബി ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ സെറ്റ്സ് ഹൂസ് ഇൻവേഴ്സ് ഇമേജ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. അപ്പോൾ ഇൻവേഴ്സ് ഇമേജ് സ്ക്രിപ്റ്റ് എയിലുണ്ട്, ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. സോ സ്ക്രിപ്റ്റ് ബി എന്താണെന്ന് കിട്ടി? ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ. ഇനി അതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ കാര്യം അങ്ങനെ പറയാം അല്ലേ. B1 B2 എക്സെട്ര B1 ഉണ്ടെങ്കിൽ B1ൻ്റെ ഇൻവേഴ്സ് സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും എക്സ് ഇൻവേഴ്സ് ഓഫ് B1 അല്ലെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻറ്റ് എവിടെ ഉണ്ടാവും? സ്ക്രിപ്റ്റ് എയിലുണ്ടാവും. എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്, അത് സ്ക്രിപ്റ്റ് എയിലുണ്ടാവും. എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെൻറ്റ് സ്ക്രിപ്റ്റ് എയിലുണ്ട്, എക്സ് ഇൻവേഴ്സ് ഓഫ് ബി സ്ക്രിപ്റ്റ് എയിലുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ആ ബി എവിടെ ഉണ്ടാവും? സ്ക്രിപ്റ്റ് എയിലുണ്ടാവും. അതുപോലെ തന്നെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻറ്റ് സ്ക്രിപ്റ്റ് എയിലുള്ളതുകൊണ്ട് ബി കോംപ്ലിമെൻറ്റും എവിടെ ഉണ്ടാവും? സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ബി സ്ക്രിപ്റ്റ് എയിലുണ്ടെങ്കിൽ ബി കോംപ്ലിമെൻറ്റും സ്ക്രിപ്റ്റ് എയിലുണ്ടാവും. അത് അപ്പോൾ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഓക്കെ, ഇത് കാരണം ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിഗ്മ ഫീൽഡാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിഗ്മ ഫീൽഡാണ്. അപ്പോൾ ആക്ച്വലി എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെൻ്റ് ഉണ്ടാവും. മനസ്സിലല്ലേ? എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെൻ്റ്. എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഉണ്ടെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻ്റ് ഉണ്ടാവും. എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെൻ്റ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഉണ്ടല്ലേ, എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ഓൾ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻ്റ് ബി കോംപ്ലിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻ്റ് സ്ക്രിപ്റ്റ് എയിലുള്ളതുകൊണ്ട് ബി കോംപ്ലിമെൻ്റ് സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. അതാണ് ഉദ്ദേശിച്ചത്. B belongs to B. B belongs to script B. അപ്പോൾ ഞാൻ സ്മോൾ ബി എടുക്കാം. B belongs to അല്ലെ വേറെ സെറ്റ് എടുക്കാം, ഒരു D എന്ന് എടുക്കാം, പിന്നെ കുഴപ്പമില്ല. D belongs to script B. Then x inverse of എന്താണ്? x inverse of belongs to script A. അപ്പോൾ സ്ക്രിപ്റ്റ് എ സിഗ്മ ഫീൽഡ് ആയതുകൊണ്ട് that implies x inverse of D complement, x inverse of D complement belongs to script A. So that means എന്താണ്? D complement belongs to belongs to B. Okay, so that means if D belongs to B, then D complement belongs to B. അപ്പോൾ നമുക്ക് closed under complementation എന്ന് പറഞ്ഞാൽ closed under countable intersection. So it is a sigma script B is a sigma field. Another is another corollary that is very close to this result. If C is a field or a sigma field of subsets of omega dash, and x inverse of C is a field or sigma field or subsets of omega. അപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണ്, ഫീൽഡ് ഓർ സിഗ്മ ഫീൽഡാണ്. മനസ്സിലല്ലേ? അപ്പോൾ ആ സിഗ്മ ഫീൽഡിൻ്റെ ഇൻവേഴ്സ് ഇമേജും ഫീൽഡ് അല്ലെങ്കിൽ സിഗ്മ ഫീൽഡാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിക്കുന്ന ഇത് തന്നെയാണ്. ഇപ്പോൾ
then C is a class, it's a field or sigma field subset of omega. C നമ്മൾ എടുത്തു ഇവിടെ. ഇത് C എന്ന് വിളിക്കാം. C is a class of subset of field or sigma field. Then x inverse of C. ഇവിടെയാണ് x inverse of C വരിക. x raised to x inverse of C. That is a ഇപ്പോൾ എയ്ക്കും ബിക്കും പകരം സി ആണെന്ന് കണക്കാക്കിയാൽ മതി. This field or sigma field of subsets of omega. അതുപോലെ തന്നെ അടുത്ത എന്താണ്, inverse range of all minimal sigma field over our class C is the minimal sigma of over class x inverse of C. ഇവിടെ നമുക്ക് ഈ എ ബി എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് ക്ലാസ് എങ്ങനെയാണ്, ഒന്ന് സി ഇസ് എ ഫീൽഡ് ഓർ സിഗ്മ ഫീൽഡ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീൽഡ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് അഗൈൻ ദ ഇൻവേഴ്സ് ഇമേജ് ഈസ് ഓൾസോ എ ഫീൽഡ് ഓർ, അതാണ് നമ്മൾ പറയുന്നത് റിസൾട്ട്. ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്താണ്, ഇഫ് ഇറ്റ് ഈസ് എ മിനിമൽ ഫീൽഡ് or sigma field, then its inverse image, collection of all inverse image will be also minimal field or minimal sigma field. അതാണ് രണ്ടാമത്തെ റിസൾട്ട്. മിനിമൽ സിഗ്മ ഫീൽഡ്, മിനിമൽ ഫീൽഡ് അല്ല, മിനിമൽ സിഗ്മ ഫീൽഡ് മാത്രം. മിനിമൽ ഫീൽഡ് okay. So let C be a sigma field in omega dash and A be the class of inverse images of elements of C. So we take the class C, ഇതാണ് C എന്ന് പറയുന്ന ക്ലാസ് വിചാരിക്കുക. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജസിൻ്റെ ക്ലാസ് ആണ്. അതിന് നമ്മൾ A കൊണ്ട് ഡിനോട്ട്, സ്ക്രിപ്റ്റ് ചെയ്യാണ്ട് ഡിനോട്ട് ചെയ്തു. Class of all inverse images of the elements of C. Since C is a sigma field, C sigma field ആയതുകൊണ്ട് ഇവിടെ റൈറ്റ് സൈഡ് ഫീൽഡ് അല്ലെങ്കിൽ സിഗ്മ ഫീൽഡാണ് എടുക്കുന്നത്. സിഗ്മ ഫീൽഡ് ആകുമ്പോൾ then automatically x inverse of b1, x inverse of b2 etc. belongs to script A. അത് സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, x inverse of b1, x inverse of b2 etc. അത് സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടാവും അല്ലേ. സി സിഗ്മ ഫീൽഡ് ആകുമ്പോൾ സിയിലുള്ള ഇൻവേഴ്സ് ഇമേജസിൻ്റെ കളക്ഷനാണ് സ്ക്രിപ്റ്റ് എ. സിയിലുള്ള മെമ്പേഴ്സ് b1, b2 എക്സെട്ര bn ആണ്, മനസ്സിലായി. അത് സിയിലുണ്ടാകും എപ്പോഴാണ്, എക്സ് ഇൻവേഴ്സ് ഓഫ് b1, എക്സ് ഇൻവേഴ്സ് ഓഫ് b2 എക്സെട്ര ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. സ്ക്രിപ്റ്റ് എ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഓഫ് ഓൾ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് എലിമെൻറ്റ്സ് ഓഫ് എ. എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിയിലെ ഒരു സെറ്റ് എടുത്താൽ ആ സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആണ് സ്ക്രിപ്റ്റ് എ. അപ്പോൾ സ്ക്രിപ്റ്റ് എയിൽ മെമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും, അത് ഏതെങ്കിലും സെറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് ആയിരിക്കും. അതായത് ആ സെറ്റുകൾ ആ ക്ലാസ്സിലുണ്ടായിരിക്കും, സിയിലുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് b1, b2 എക്സെട്ര ബിലോങ്സ് ടു സി. സോ നാച്ചുറലി ദ ഇൻ്റർസെക്ഷൻ, അതൊരു സിഗ്മ ഫീൽഡാണ്. സി എന്ന് പറഞ്ഞാൽ സിഗ്മ ഫീൽഡാണ്. അതുകൊണ്ട് നാച്ചുറലി ദ ഇൻ്റർസെക്ഷൻ വിൽ ബി ദയർ. ഇൻ്റർസെക്ഷൻ ഐ ഗോയിങ് ഫ്രം 1 to infinity bi ബിലോങ്സ് ടു സി. നൗ സിയിലൊരു മെമ്പർ ഉണ്ടെങ്കിൽ സിയിലെ മെമ്പറിൻ്റെ ഇൻവേഴ്സ് ഇമേജിൻ്റെ കളക്ഷനാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി എവിടെ ഉണ്ടാവും, സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ ബി കെ എന്ന് പറയുന്നത്, ഇൻ്റർസെക്ഷൻ ബി കെ സിയിലൊരു മെമ്പർ ആകുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓട്ടോമാറ്റിക്കലി എവിടെ ഉണ്ടാവും, എ എന്ന് പറയുന്ന സെറ്റിലുണ്ടാവും എന്നാണ് പറയുന്നത്. സോ എക്സ് ഇൻവേഴ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി ബിലോങ്സ് എ. ദാറ്റ് മീൻസ് നമുക്ക് നേരത്തെ പറഞ്ഞ 2.10 ഇക്വേഷൻ പ്രകാരം ദാറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എ, ദാറ്റ് വിൽ ഓൾസോ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് തുടങ്ങി എന്താണ്, എക്സ് ഇൻവേഴ്സ് b1, എക്സ് ഇൻവേഴ്സ് b2 എക്സെട്ര ബിലോങ്സ് ടു എ ഇംപ്ലൈസ് ഇൻ്റർസെക്ഷൻ എക്സ് ഇൻവേഴ്സ് ബി ഐ ബിലോങ്സ് ടു എ എന്നായി. അപ്പോൾ എക്സ് ഇൻവേഴ്സ് സെറ്റുകളുടെ ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് അണ്ടർ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ. സോ ദാറ്റ് മീൻസ് സ്ക്രിപ്റ്റ് എ ഈസ് എ സിഗ്മ ഫീൽഡ്. ഓക്കെ. Moreover, x inverse of b all complement equal to x inverse of b complement.
and A is closed under complementation. കാരണം എന്താണ് A is closed under complementation and hence it is a നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റ്, hence it is a sigma field. So thus the inverse image of sigma field is a sigma field. അപ്പോൾ ഇതൊക്കെ ഇൻവേഴ്സ് ഇമേജുകളാണ്. ഇൻവേഴ്സ് ഇമേജുകളുടെ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഈസ് in the script SH, that is inverse H, and x inverse of B complement equal to x inverse of B all complement. That is closed under complementation also. Is x inverse of B script A ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും B എവിടെ ഉണ്ടാവും? സിയിൽ ഉണ്ടാവും. B സിയിലുണ്ട്, B കോംപ്ലിമെന്റ് സിയിൽ ഉണ്ടാവും. B കോംപ്ലിമെന്റ് സിയിലുണ്ട്, x inverse of B കോംപ്ലിമെന്റ് സിയിൽ ഉണ്ടാവും. സോറി, x inverse B കോംപ്ലിമെന്റ് എയിൽ ഉണ്ടാവും. That means x inverse of A complement എയിലുണ്ട്. മനസ്സിലായില്ലേ? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? പക്ഷേ x inverse of B complement എന്താണ് യഥാർത്ഥത്തിൽ? x inverse of B all complement. ഞാൻ വേണമെന്ന് എഴുതി വെക്കാം. ഉദാഹരണത്തിന് x inverse of D ഇത് എടുക്കാം. So that means x inverse of D A ഉണ്ടെന്ന് വിചാരിക്കാം. So that implies automatically D belongs to D belongs to എവിടെയായിരിക്കും? D നമ്മുടെ സിയിലുണ്ടാവും. മനസ്സിലല്ലേ? സി സെറ്റാണ് നമ്മൾ എടുത്തത്. ദാറ്റ് implies സി സിഗ്മ ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് C complement, D complement belongs to C, but D complement belongs to C ആണെങ്കിൽ that implies അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എന്താണ്? x inverse of belongs to A ആണ്. x inverse of D complement belongs to A ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പക്ഷേ x inverse of D complement എന്താണ് യഥാർത്ഥത്തിൽ? അത് ആക്ച്വലി x inverse of D all complement ആണ്. So that means if x inverse of D എയിലുണ്ടെങ്കിൽ x inverse of D all complementum എയിലുണ്ടെന്ന് പ്രൂവ് ചെയ്തു. So the two properties, that is closed under x inverse is closed under countable intersection and closed under complementation. So together with that two result, so we can say that x inverse set of all inverse images is a sigma field. Field ആകുമ്പോൾ finite intersection, sigma field ആകുമ്പോൾ countable intersection. Now we consider in a minimal field. That is minimal field is the intersection of all sigma field containing the class C. Let sigma C be the minimal sigma field containing C, a class of subsets of omega dash. അപ്പോൾ ഞാൻ വേണമെന്ന് വരയ്ക്കാം. Take two sets. One is this one and second one is this one. Now we consider the minimal sigma field. Minimal sigma field എന്താണ്? ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ കുറേ സിഗ്മ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. Now this is a minimal sigma field, അല്ലേ? Minimal sigma field containing the class C. C എന്ന് പറയുന്ന ക്ലാസ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ക്ലാസ്സിന് നമുക്ക് വേറൊരു ചെറിയ സെറ്റായിട്ട് എടുക്കാം. ഓക്കെ, that is the minimal sigma field containing the class C. So sigma C is the minimal sigma field containing class C, a class of subsets of omega dash. So from x inverse of sigma C is a sigma field. ഇപ്പോൾ തൊട്ട് മുമ്പുള്ള റിസൾട്ട് പ്രകാരം എന്താണ്? ഒരു സിഗ്മ ഫീൽഡിന്റെ ഇൻവേഴ്സ് ഇമേജസ് എല്ലാം എന്തായിരിക്കും? വീണ്ടും ഒരു സിഗ്മ ഫീൽഡ് തന്നെയായിരിക്കും. സോ ഇഫ് യു ടേക്ക് ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ദിസ് H, okay,
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു സിഗ്മ ഫീൽഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ട പ്രകാരം സിഗ്മ ഫീൽഡ്. സോ is a sigma field or subset of omega. It contains x inverse of c, and hence sigma x inverse of c. Okay. ഇത് സിയുടെ ഇമേജിൻ്റെ അകത്തുണ്ടാവും അല്ലേ? സ്വാഭാവികമായിട്ട് ഇൻ പർട്ടിക്കുലർ ഇതിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? സിയുടെ ഇൻവേഴ്സ് ഇമേജ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ എക്സ് ഇൻവേഴ്സ് സി എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു സിഗ്മ ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒമേഗയാണ്, ഇടതുവശം ഒമേഗയും വലത് സൈഡും ഒമേഗ പ്രൈമുമാണ് അല്ലേ? അതുകൊണ്ട് ജനറേറ്റ് സിഗ്മ ഫീൽഡ് ജനറേറ്റഡ് ബൈ ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് സി. ഇത് ആക്ച്വലി എന്താണ്? This is actually x inverse of c ആണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ കളറിലുള്ളത് x inverse of c ആണ്. അപ്പോൾ ആ സെറ്റ് ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ that is usually denoted as sigma field generated by x inverse of c അല്ലേ? ഞാൻ ടെക്സ്റ്റിൽ കറക്റ്റായിട്ടുണ്ട്, ഞാൻ നൊട്ടേഷൻ എഴുതാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതാണ് സിഗ്മ ഫീൽഡ് ജനറേറ്റഡ് ബൈ സിഗ്മ ഫീൽഡ് ജനറേറ്റഡ് ബൈ എക്സ് ഇൻവേഴ്സ് ഓഫ് സി. സോ ദാറ്റ് മീൻസ് എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഫീൽഡ് ജനറേറ്റഡ് ബൈ സി കണ്ടെയ്ൻസ്. അപ്പോൾ ഫിഗർ നോക്കിയാൽ അറിയാം ഇതൊരു സിഗ്മ ഫീൽഡാണ്, മൊത്തത്തിലൊരു സിഗ്മ ഫീൽഡാണ് അല്ലേ? അതിൻ്റെ അകത്ത് എന്തുണ്ട്? എക്സ് ഇൻവേഴ്സ് ഓഫ് സി ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡ്. അത് ഇതാണെന്നിരിക്കട്ടെ, എക്സ് ഇൻവേഴ്സ് ഓഫ് സി ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡ് അത് ഇതാണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അതെന്തിലുണ്ട്? ഈ നീല കളറുള്ള സിഗ്മ ഫീൽഡിൽ എക്സ് ഇൻവേഴ്സ് ഓഫ് സി ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, so that is the first information 2.13. ഇനി നമ്മൾ റിവേഴ്സ് ഇൻക്ലൂഷൻ കൂടി പ്രൂവ് ചെയ്താൽ we can say the equality. Okay, so the class of all subsets B of omega dash whose inverse image are elements of the sigma field is a sigma field. അത് തൊട്ട് മുകളിലുള്ള കൊറോളർ പ്രകാരം നമ്മൾ അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? The class of all subsets of script B of omega dash whose inverse images are elements of sigma field. Sigma x inverse of c is a sigma field. അപ്പോൾ നമുക്കെന്ന് പറയാം x inverse of c is a subset of അത് നാച്ചുറലാണ്. x inverse അതൊരു സെറ്റാണ്. ആ സെറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡ് ആ സെറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. സോ x inverse of c സബ്സെറ്റ് ഓഫ് സിഗ്മ ഫീൽഡ് ജനറേറ്റഡ് ബൈ x inverse of c. സോ വാട്ട് ഈസ് മെൻ ബൈ x inverse of c? അത് ഇൻവേഴ്സ് ഇമേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയ സെറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ വലിയ സെറ്റാണ് സിഗ്മ ഓഫ് സി. ഇനി സ്ക്രിപ്റ്റ് ബി എന്ന് പറഞ്ഞതാണ്. സ്ക്രിപ്റ്റ് ബി ഇസ് ദ ക്ലാസ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് ഒമേഗ ഡാഷ് ഹൂസ് ഇൻവേഴ്സ് ഇമേജസ് ആർ എലിമെന്റ്സ് ഓഫ് ദി സിഗ്മ ഫീൽഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, എക്സ് ഇൻവേഴ്സ് സി പോലെയുള്ള മറ്റെല്ലാ സെറ്റുകളുടെയും സിയിൽ നിന്ന് ഒരു സെറ്റ് എടുത്ത് അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് സിഗ്മ ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി ഉണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ഇമേജ് എവിടെയുണ്ട്? സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് ഇൻവേഴ്സ് സി സബ്സെറ്റ് ഓഫ് സിഗ്മ ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി ആയതുകൊണ്ട് എക്സ് ഇൻവേഴ്സ് സിക്ക് കാരണമായ സി സെറ്റ് എവിടെ ഉണ്ടാവും? സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. മനസ്സിലായില്ലേ? സ്ക്രിപ്റ്റ് ബിയിലുണ്ടാവും. അത് അപ്പോൾ ദാറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സ്ക്രിപ്റ്റ് ബി. കാരണം സ്ക്രിപ്റ്റ് ബി എന്ന് പറഞ്ഞതാണ് സ്ക്രിപ്റ്റ് ബി ഇസ് ദ സെറ്റ് ഹൂസ് ഇൻവേഴ്സ് ഇമേജസ് ആർ എലിമെന്റ്സ് ഓഫ് സിഗ്മ ഫീൽഡ്. അപ്പോൾ എക്സ് ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് സിഗ്മ ഫീൽഡിൽ ഉള്ളതുകൊണ്ട്, സിഗ്മ എക്സ് ഇൻവേഴ്സ് സിയിലുണ്ട് ഉള്ളതുകൊണ്ട് സി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? അങ്ങനെ സിഗ്മ എന്താണ്, അങ്ങനെ ഇൻവേഴ്സ് ഇമേജ് വരാൻ കാരണമായ സെറ്റുകൾ അതേതാണ്? സ്ക്രിപ്റ്റ് ബി. അതിലുണ്ടാവും. സി സബ്സെറ്റ് ഓഫ് സ്ക്രിപ്റ്റ് ബി.
take the sigma field on both sides. So that is sigma of C subset of script V എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സിഗ്മ ഫീൽഡ് തന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇൻവേഴ്സ് ഇമേജ് ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ മിനിമൽ സിഗ്മ ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത് ഒരു സിഗ്മ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമുക്ക് പറയാം സിഗ്മ ഓഫ് സി സബ്സെറ്റ് ഓഫ് സിഗ്മ സ്ക്രിപ്റ്റ് ബി എന്ന് പറയാം. ഓക്കെ. സോ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? അതിൻ്റെ ഇൻവേഴ്സ് ഡൊമൈനിൽ ഉണ്ടാവും. ആ ഡൊമൈനിൽ വലിയതിൻ്റെ വലിയ സെറ്റും ചെറിയതിൻ്റെ ചെറിയ സെറ്റും ആയിരിക്കും. അത് നമ്മൾ ഇക്വേഷൻ 2.10 മുമ്പ് നമ്മൾ ആ ഒരു ആർഗ്യുമെൻറ്റ് കണ്ടുപിടിച്ചു അല്ലേ? ഇഫ് ബി സബ്സെറ്റ് ഓഫ് സി ദെൻ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി സബ്സെറ്റ് ഓഫ് x inverse of C. So we can apply that argument here, so that we can say that x inverse of sigma of C subset of x inverse of script B. So ഇനി രണ്ട് സൈഡ് നമ്മൾ ഇതിപ്പോൾ രണ്ട് സെറ്റുകളാണ്. എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഓഫ് സിയും രണ്ട് ക്ലാസ്സുകളാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബിയും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ സിഗ്മ ഫീൽഡ് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ഇത് എന്താണ് എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഓഫ് സി എന്ന് പറയുന്ന ഒരു സിഗ്മ ഫീൽഡ് തന്നെയാണ്. സിഗ്മ ഫീൽഡിൻ്റെ ഇൻവേഴ്സ് ഇമേജസ് എല്ലാം സിഗ്മ ഫീൽഡാണ്. തൊട്ട് മുകളിൽ കൊറോളറി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ സി എന്ന് പറയുന്നത് സിഗ്മ ഫീൽഡ് തന്നെയാണ്. കാരണം സിഗ്മ ഫീൽഡിൻ്റെ ഇൻവേഴ്സ് ഇമേജസ് എല്ലാം സിഗ്മ ഫീൽഡാണ്. തൊട്ട് മുകളിലുള്ള കൊറോളറി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ദിസ് എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഓഫ് സി ഇസ് എ സിഗ്മ ഫീൽഡ്. റൈറ്റ് സൈഡ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എടുത്തു. സോ എക്സ് ഇൻവേഴ്സ് ഓഫ് ബിയുടെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ദാറ്റ് ഈസ് ദ സിഗ്മ ഫീൽഡ് ജനറേറ്റഡ് ബൈ എക്സ് ഇൻവേഴ്സ് ഓഫ് സി. കാരണം ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചിലുള്ള ക്ലാസ് ഓഫ് സെറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജസ് എന്താണ്? ഇൻവേഴ്സ് ഇമേജസ് ആർ സിഗ്മ ഫീൽഡ് അല്ലേ? ഇൻവേഴ്സ് ഇമേജസ് ആർ സിഗ്മ ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ആ ക്ലാസ് ഓഫ് സെറ്റ്സിലെ സെറ്റുകളുടെ ഇൻവേഴ്സ് ഇമേജ് എടുത്ത് അതിൻ്റെ സിഗ്മ ഫീൽഡ് എടുക്കുന്നത്. അതാണ് സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത്. സോ എന്താ ഇവിടെ പറഞ്ഞത്? സോ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി വി ക്യാൻ സേ ദാറ്റ് എന്താണ് സിഗ്മ ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയും. സിഗ്മ ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി. സോ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഓഫ് സി സബ്സെറ്റ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഫീൽഡ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി ആണ്. അപ്പോൾ അതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് എഴുതി. പക്ഷെ ഇത് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ 2.13 സീസ് എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഓഫ് സി സൂപ്പർ സെറ്റ് ഓഫ് സിഗ്മ ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി. തിരിച്ചും കിട്ടി എക്സ് ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഓഫ് സി സബ്സെറ്റ് ഓഫ് സിഗ്മ ഓഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സി. അപ്പോൾ രണ്ട് രീതിയിൽ ആയതുകൊണ്ട് നമുക്ക് പറയാം that are equal. So we can say that എന്താണ് അത് ഈക്വൽ ആണെന്ന് പറയാം. സോ റിസൾട്ട് എന്തായിരുന്നു? രണ്ടാമത്തെ എന്താണത്? Inverse image of a minimal sigma field over a class C is the minimal sigma field over x inverse of C. That is sigma of x inverse of C equal to x inverse of sigma of C. 2.12. അപ്പോൾ അത് നമുക്ക് ഇക്വാളിറ്റി കിട്ടും. സബ്സെറ്റ് അപ്പുറേക്കും ഇപ്പുറേക്കും ഉണ്ട്. എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ എന്നുള്ള രീതിയിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ റിസൾട്ട്. നോ ഇനിയാണ് നമ്മൾ ശരിക്കും ഒരു റാൻഡം വേരിയബിൾ ഒരു കൺസെപ്റ്റിലേക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ അല്ലേ, മെഷറബിൾ ഫംഗ്ഷൻ, ബോർഡർ ഫംഗ്ഷൻ, യൂസ്ഡ് സിഗ്മ ഫീൽഡ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഹാവ് ഡിഫൈൻഡ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എക്സ് ഓൺ ഒമേഗ ടു ആർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എനിക്ക് തോന്നുന്നു നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഒമേഗ ഡിഫൈൻ ചെയ്യുന്നു, അതിന് നമ്മൾ ആറിലേക്ക് മാപ്പ് ചെയ്യുന്നു.
ആറിലേക്ക് മാപ്പ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഒമേഗ, ദിസ് ഈസ് ഒമേഗ, ദിസ് ഈസ് R. So define a function x on omega to R. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് എക്സ്. ഇതിൻ്റെ സബ്സെറ്റുകൾ നമുക്കറിയാം ബോറൽ ഫീൽഡാണ് അല്ലേ? ബോറൽ ഫീൽഡാണ്. നമ്മൾ ആറിൻ്റെ സിഗ്മ ഫീൽഡ് നമ്മൾ എടുക്കുന്ന ബോറൽ സിഗ്മ ഫീൽഡാണ് നമ്മൾ എടുക്കാറ്, സബ്സെറ്റ് ഓഫ് ആർ. ആൻഡ് സ്ക്രിപ്റ്റ് എ ബി ദ സിഗ്മ ഫീൽഡ് ഓഫ് സബ്സെറ്റ് ഓഫ് ഒമേഗ. ഒമേഗയിലെ മെമ്പേഴ്സ് എടുത്തിട്ട് സിഗ്മ ഫീൽഡ് എടുക്കുന്നതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് ഇതാണ് ആ സിഗ്മ ഫീൽഡ് എന്ന് വിചാരിക്കാം. ഒമേഗ ഉൾപ്പെടെയുള്ള സെറ്റുകളുടെ കളക്ഷൻ, അതിന് നമുക്ക് സിഗ്മ ഫീൽഡ് എ എന്ന് വിളിക്കാം. ഇതൊരു സിഗ്മ ഫീൽഡാണ്. ഓക്കെ. പിന്നെ എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ ഫോർ ഓൾ ഇഫ് എന്ന് പറയുന്നത്. ഇഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ, നമ്മൾ ഇൻവേഴ്സ് ഇമേജ് എടുക്കും. ഒരു ഒരു സബ്സെറ്റ് എടുത്തു, ഇത് ബി ആണെന്നിരിക്കട്ടെ. ബി എന്ന് പറയുന്ന ഒരു the inverse image of that B belongs to this so then X is said to be script A measurable for every B, for every B. For every B, if X inverse of B belongs to script A ആണെങ്കിൽ, then we can say that X is a script A measurable function. X is a, ശ്രദ്ധിക്കണം, X is a script A measurable function. അപ്പോൾ script A measurable function എന്ന് പറയുമ്പോഴേക്കും എല്ലാ ബോറൽ സെറ്റും എടുത്തിട്ട് ആ ബോറൽ സെറ്റിൻ്റെ ഒക്കെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ ആ ഇൻവേഴ്സ് ഇമേജ് ഒക്കെ ഈ സിഗ്മ ഫീൽഡിൽ ഉണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് ചെയ്യുന്ന സിഗ്മ ഫീൽഡ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും എക്സ് ഈസ് സ്ക്രിപ്റ്റ് എ മെഷറബിൾ എന്ന് പറയും. തിരിച്ചാണ്, റിവേഴ്സ് ആംഗിളിലാണ് പറയും. എക്സ് ഈസ് എ സ്ക്രിപ്റ്റ് എ മെഷറബിൾ ഫംഗ്ഷൻ. മനസ്സിലായി? ഇഫ് ഒമേഗ ഈസ് ഓൾസോ ദ റിയൽ ലൈൻ ആർ, then it's subset of, and if x is a measurable with respect to Borel field B on the domain, then x is called Borel function. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പറയും ബോറൽ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ബോറൽ ഫംഗ്ഷൻ ആകുന്നപ്പോഴായിരിക്കും ഏതൊരു ബോറൽ സെറ്റ് അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുത്താലും സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കും. ഓക്കെ. ദസ് എക്സ് ഈസ് എ ബോറൽ ഫംഗ്ഷൻ ഇഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി ബിലോങ്സ് ടു, അപ്പോൾ ഒമേഗ മാറ്റിയിട്ട് എന്താണ് സ്ക്രിപ്റ്റ് ബി തന്നെ എടുക്കണം. അതായത് ഡൊമൈനും റേഞ്ചും റിയൽ ലൈനാണ്. ഡൊമൈനും റേഞ്ചും റിയൽ ലൈൻ ആകുമ്പോൾ നമ്മൾ അതിനെ ബോറൽ ഫംഗ്ഷൻ എന്ന് പറയും. ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ, ബോറൽ ഫംഗ്ഷൻ എന്ന് പറയും ഇഫ് എക്സ് ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ബി. അപ്പോൾ ആ കേസിൽ നമ്മൾ ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ. ഇൻ ജനറൽ നമ്മൾ പറയാം മെഷറബിൾ, സ്ക്രിപ്റ്റ് എ മെഷറബിൾ. അതായത് ഡൊമൈൻ ഇവിടെ ഏത് സബ്സെറ്റ് ഏതും ആകാം. ഒമേഗ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ HT, അല്ലെങ്കിൽ ഡൈ ടോസിങ് എക്സ്പെരിമെൻറ്റ് 1 2 3 4 5 6. പക്ഷേ ഡൊമൈൻ വരുന്നത് റിയൽ ലൈൻ ആണെങ്കിൽ, ഡൊമൈനും റിയൽ ലൈൻ തന്നെയാണെങ്കിൽ നമ്മൾ പറയും ദിസ് ഈസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എക്സ് ഈസ് ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ. ഡൊമൈൻ റിയൽ ലൈനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പിൾ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റ് എ മെഷറബിൾ എന്നാണ് പറയുന്നത്. ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടും റിയൽ ലൈനാണ്, ഡൊമൈൻ റേഞ്ച് റിയൽ ലൈനാണ്. എക്സ് ഈസ് എ ബോറൽ ഫംഗ്ഷൻ
for Borel sets B in the range space B and Borel field B in the domain. Okay. Now we consider, for an example, take the indicator function. Take the indicator function. IA is a real valued function. It is a real valued function. Okay. അപ്പോൾ IAൻ്റെ ഷേപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു? റീജിയൻ എന്ന് പറയുന്നത് എ. എവിടെ നിന്നിട്ട് എവിടം വരെ? ഇവിടം തൊട്ട് ഇവിടം വരെ എ. ആ കേസിൽ വാല്യൂ 1 ആയിരിക്കും, അല്ലാത്ത കേസിലൊക്കെ വാല്യൂ 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ. സോ ഐ ഇൻവേഴ്സ് ഓഫ് ബി നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഐ ഇൻവേഴ്സ് ഓഫ് ബി എടുത്താൽ phi a കോംപ്ലീറ്റ് ഒമേഗയാണ് കിട്ടുന്നത്. സിൻസ് സ്ക്രിപ്റ്റ് എ ഇസ് എ സിഗ്മ ഫീൽഡ് ഇൻ എ. ഇതൊരു സിഗ്മ ഫീൽഡ് ആണല്ലോ. phi a കോംപ്ലീറ്റ് സിഗ്മ ഫീൽഡാണ്. ദാറ്റ് ഈസ് എ സിഗ്മ ഫീൽഡ് ഇൻ ഒമേഗ. ദാറ്റ് ഈസ് ഇഫ് എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ കോംപ്ലീറ്റ് ഓൾസോ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ ആൻഡ് ഹെൻസ് ഐ ഇൻവേഴ്സ് ഓഫ് ബി ബിലോങ്സ് ടു. അപ്പോൾ നമുക്ക് ഈ സെറ്റ് ഐ ഇൻവേഴ്സ് ഓഫ് ബി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ എന്ന് പറയാം. ദാറ്റ് ഇംപ്ലൈസ് എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എന്നും പറയാം. സോ ഐ ഇൻവേഴ്സ് ഓഫ് ബി ഒന്നെങ്കിൽ ഫൈ ആകാം, അല്ലെങ്കിൽ എ ആകാം, എ കോംപ്ലീറ്റ് ആകാം, ഒമേഗ ആകാം. എ വരുന്നപ്പോഴായിരിക്കും നമ്മളെടുക്കുന്ന ബിയിൽ 1 ഉണ്ടാകുമ്പോഴാണ് എ വരിക. നമ്മളെടുക്കുന്ന ബിയിൽ 0 ഉണ്ടെങ്കിൽ എ കോംപ്ലീറ്റ് വരും. നമ്മളെടുക്കുന്ന ബിയിൽ 1ഉം 0 ഉണ്ടെങ്കിൽ ഒമേഗ വരും. നമ്മളെടുക്കുന്ന ബിയിൽ 1 0 ഇല്ലെങ്കിൽ 5 വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി സ്ക്രിപ്റ്റ് ഈസ് എ സിഗ്മ ഫീൽഡ് അല്ലേ? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഇമേജ്, അത് ഒരു സിഗ്മ ഫീൽഡ് കാണുമ്പോൾ തന്നെ അറിയാം. ഇഫ് എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ ദെൻ എ കോംപ്ലീറ്റ് ഓൾസോ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ ആൻഡ് ഹെൻസ് ഐ എ ഇൻവേഴ്സ് ഓഫ് ബി ഇസ് എ മെമ്പർ ഓഫ് സ്ക്രിപ്റ്റ് എ. ഓക്കെ, എയിലും എ സ്ക്രിപ്റ്റ് എയിലുണ്ടെങ്കിൽ എ കോംപ്ലീറ്റ് സ്ക്രിപ്റ്റ് എയിലുണ്ട്. കാരണം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിഗ്മ ഫീൽഡാണ്. സോ അതുകൊണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനും യൂണിയനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റ് മൊത്തത്തിൽ എന്തിലുണ്ടാവും? സ്ക്രിപ്റ്റ് എയിലുണ്ടാവും. എ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്ന എല്ലാ മെമ്പേഴ്സും സ്ക്രിപ്റ്റ് എയിലുണ്ടാവും. ദാറ്റ് ഈസ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. ദസ് ഐ എ ഈസ് എ സ്ക്രിപ്റ്റ് എ മെഷറബിൾ. അപ്പോൾ അത് പറയാൻ ഉദ്ദേശിച്ചതാണ് ഐ എ ഈസ് എ സ്ക്രിപ്റ്റ് എ മെഷറബിൾ ഫംഗ്ഷൻ. മനസ്സിലായി? ഐ എ ഈസ് എ സ്ക്രിപ്റ്റ് എ മെഷറബിൾ ഫംഗ്ഷൻ. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ ഇതാണ്. വി ക്യാൻ ടേക്ക് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്. എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു C0 ഇഫ് ഒമേഗ ബിലോങ്സ് ടു A0, ഈക്വൽ ടു C1 ഇഫ് ഒമേഗ ബിലോങ്സ് ടു A1 ആൻഡ് C2 ഇഫ് ഒമേഗ ബിലോങ്സ് ടു A2. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താണ് അതിൻ്റെ വരയ്ക്കണേ. ഞാൻ വരയ്ക്കാം. എങ്ങനെ വരിക? ഇത് വേറൊരു ഇത് C2, അപ്പോൾ ഇത് C1 എന്ന് കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ C2 എന്ന് കൊടുക്കാം. ഈ ഹൈറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. C3 ഇത് A1. ഇതിൻ്റെ താഴെയുള്ള ഭാഗം A2, ഇതിൻ്റെ താഴെയുള്ള ഭാഗം A3. അപ്പോൾ A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, പിന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേ ആർഗ്യുമെൻ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് അതിൻ്റെ സിഗ്മ ഫീൽഡ് നമുക്ക് എഴുതാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കലത് എഴുതിയിട്ടുണ്ട്, 2 എണ്ണം വെച്ചിട്ടില്ല. അപ്പോൾ ഇതും സ്ക്രിപ്റ്റ് മെഷറബിൾ ആണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഏതായിരിക്കും? ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായാലും നൾ സെറ്റ് വരും, പിന്നെ ഹോൾ സെറ്റ് വരും,
പിന്നെ A1 A2 A3 വരും. പിന്നെ A1 പ്ലസ് A2 നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടത്. എനിക്ക് നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട് തോന്നുന്നു ഇതിൽ. അത് 2 ഉള്ളൂ. അത് നമ്മൾ 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊരു 3 വരും. അപ്പോൾ A1 പ്ലസ് A2 പിന്നെ A1 പ്ലസ് A3 പിന്നെ A2 പ്ലസ് A3 അത്രേ വരുള്ളൂ. കാരണം വെച്ചാൽ മറ്റേതിൻ്റെയൊക്കെ യൂണിയൻ അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറയുന്നത് A1ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് A2 പ്ലസ് A3 അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതിങ്ങനെ നീട്ടി വരയ്ക്കും. ഇതിങ്ങനെ മൈനസ് ഇൻഫിനിറ്റി ആരംഭിക്കും, ഇതിങ്ങനെ പ്ലസ് ഇൻഫിനിറ്റി അവസാനിക്കും. അപ്പോൾ 3 സെറ്റ് എടുത്താൽ മതിയല്ലോ. ആ 3 സെറ്റ് ഒരു പാർട്ടീഷൻ എടുത്തു, ഒരു പാർട്ടീഷൻ 3ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം A1 പെടും. മനസ്സിലായില്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളത് ഇത് A2 പെടും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് A3 പെടും. സോ ദിസ് ഈസ് ദ സിഗ്മ ഫീൽഡ്. സോ ഇൻ ജനറൽ നമുക്ക് പറയാൻ പോകുന്ന കൺസെപ്റ്റ് ഇതാണ്, സിഗ്മ ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്. സിഗ്മ ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ x. So we consider a real valued function x defined on omega and script b be the Borel field. Borel field ആണ് നേരിട്ട് script b be the Borel field. Then x inverse of b എന്താണ്? റൈറ്റ് സൈഡിലുള്ള ബോറൽ ഫീൽഡിന്റെ ഇൻവേഴ്സ് ഇമേജ്. അത് ബോറൽ ഫീൽഡ് ഒരു സിഗ്മ ഫീൽഡ് ആയതുകൊണ്ട് തൊട്ട് മുകളിലുള്ള ഇത് വേണം ഞാൻ തൊട്ട് മുകളിലുള്ള ലെമ്മ പ്രകാരം റിയൽ ലൈൻ ആണ്. അതിൻ്റെ Borel field of subsets of then x inverse of b. അപ്പോൾ അതിലൊരു മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു ബി എന്ന് പറയുന്ന മെമ്പർ എടുക്കുക, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജസിൻ്റെ കളക്ഷൻ, അതൊരു സിഗ്മ ഫീൽഡാണ്. തൊട്ട് മുകളിലുള്ള കൊറോളറി വെച്ച് നമുക്ക് പറയാം. x inverse of b is equal to x inverse of b such that b belongs to script b. It's a sigma field. It is called sigma field induced by x. ഇത് ഒമേഗയാണെങ്കിൽ നമുക്ക് ഒരു കളക്ഷൻ ഓഫ് സെറ്റ്സ് എടുക്കാം. അതിലെന്തൊക്കെ ഉണ്ടാവും? നൾ സെറ്റ് ഉണ്ടാവും, പിന്നെ ഇൻവേഴ്സ് ഇമേജസ്. ഏതാണ് എടുത്തിരിക്കുന്നത്? ഇൻവേഴ്സ് ഇമേജസ് ഓഫ് b, where b belongs to b in Borel field. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻവേഴ്സ് ഇമേജസ്. ഇനി ബോറൽ ഫീൽഡ് സിഗ്മ ഫീൽഡ് ആയിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്തായിരിക്കും? ഒരു സിഗ്മ ഫീൽഡ് തന്നെയായിരിക്കും. ഓക്കെ, ഇൻവേഴ്സ് ഇമേജസ് സിഗ്മ ഫീൽഡ് ആയിരിക്കും. അപ്പം നമുക്കറിയാം ഈ ഇൻവേഴ്സ് ഇമേജ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ത്രൂ എ ആറിൻ്റെ ഒമേഗ അല്ലേ? ഇതാണ് എക്സ് ഇങ്ങോട്ടാണ്, എക്സ് ഇൻവേഴ്സ് ഇങ്ങോട്ടാണ് വരിക. എക്സ് ഇൻവേഴ്സ് അപ്പോൾ ആറിൻ്റെ
അപ്പോൾ ആറിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഒമേഗ തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരു സബ്സെറ്റ് എടുത്താലും അതിൻ്റെ ഒരു ഇൻവേഴ്സ് ഇമേജ് അവിടെ ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു സെറ്റായിട്ട് വരും, ഇതിൽ വേറെ സെറ്റായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇതൊരു സിഗ്മ ഫീൽഡുണ്ട്. ഈ സിഗ്മ ഫീൽഡിൻ്റെ എല്ലാ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ ആ ഇൻവേഴ്സ് ഇമേജസ് എല്ലാം ഒരു ഒരു സിഗ്മ ഫീൽഡായിരിക്കും. സോ അതപ്പോൾ ഇതിൻ്റെ പാത്ത് എന്താണ്? പാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇൻവേഴ്സ് ഇമേജ് എടുക്കുന്നത്? ത്രൂ എക്സ്. സോ വി കോൾ ഇറ്റ് ആസ് സിഗ്മ ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്. സിഗ്മ ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്. ഓക്കെ ഓക്കെ ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഫിഗറിൻ്റെ ഒരു ഇൻവേഴ്സ് ഇമേജസ് ഏതാണെന്ന് നോക്കാം. നമ്മളെടുക്കുന്ന ബിയിൽ C0, C1, C2 ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്താണ്? ആ ഫിഗർ നോക്കിയാൽ അറിയാം. C1 ഒന്നെങ്കിൽ C1-നും C2-നും അല്ലെങ്കിൽ C3-ക്കും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡാറ്റകളെല്ലാം കിടക്കുന്നത്, എക്സ് ആക്സിസ് വാല്യൂസ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളെടുക്കുന്ന ബിയിൽ C1, C2, C3 ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്താണ്? നൾ സെറ്റാണ്. C0 മാത്രം ഉള്ളെങ്കിലോ A0 ആണ്. ഇപ്പോൾ ഇത് നോക്കിയാൽ അറിയാം. ഇതിൽ C1-ൻ്റെ ഇൻവേഴ്സ് ഇമേജ് A1 ആണ്, C2-ൻ്റെ ഇൻവേഴ്സ് ഇമേജ് A2 ആണ്, C3-യുടെ ഇൻവേഴ്സ് ഇമേജ് A3 ആണ്. എന്ന് പറഞ്ഞ പോലെ ഈ C0 മാത്രം ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് A0, C1 മാത്രം ഉള്ളെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് A1, C2 മാത്രം ഉള്ളെങ്കിൽ A2. If it contains C0 and C1, then A0 plus A1. If it contains C0 and C2, it is A0 plus A2. If it contains C1 and C2, it is A1 plus A2. If it contains C0, C1, C2, that is omega. Inverse image is omega. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എഴുതിയിട്ടുണ്ട് 2.16. So that is a sigma field. So that is actually the minimal sigma field containing the partition A0, A1 and A2. ഓക്കെ. സോ ഇതിന് ഈ ഐഡിയ നമുക്ക് ജനറലൈസ് ചെയ്യാം. നമ്മൾ പോകുന്ന എങ്ങോട്ടാണ്? സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുത്തു, എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ എടുത്തു. അതിൽ 2 വാല്യൂ ഉള്ളൂ, ഒന്നെങ്കിൽ 1, 0 അല്ലെങ്കിൽ 0C. ഇനി തന്നെ 3 വാല്യൂ ഉള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. ഇനി നമ്മൾ ജനറലൈസ് ചെയ്യാണ് n വാല്യൂസ് ഉള്ള ഒരു ഫംഗ്ഷനിലേക്ക് പോകണം. മനസ്സിലായില്ലേ? അതാണ് സിമ്പിൾ ഫംഗ്ഷൻ എന്നാണ് അതിന് പറയുക, സിമ്പിൾ ഫംഗ്ഷൻ. അപ്പോൾ സിമ്പിൾ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? സിമ്പിൾ ഫംഗ്ഷൻ ഇതേപോലെ തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ കണ്ട 3 അതൊരു സിമ്പിൾ ഫംഗ്ഷനാണ്. 2 ആവുമ്പോൾ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ എന്ന് പറയും. 3 അതിലധികമോ വന്നാൽ, അല്ലെങ്കിൽ 2 അതിലധികം വന്നാൽ, 1 അതിലധികം വന്നാൽ തന്നെ നമ്മൾ ജനറലി സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് സിമ്പിൾ ഫംഗ്ഷൻ പറ്റി? എന്താണ് അതിന് കുറച്ച് ഒരു n നമ്പർ ഓഫ് സ്റ്റെപ്പ് ഉണ്ടാവും. മനസ്സിലായില്ലേ? എക്സെട്ര അവസാനം അങ്ങനെ. ഇതെന്തായിരിക്കും? ഇത് C1 ആയിരിക്കും, ഇത് C2, ഹൈറ്റ് C2, ഇത് C3, എക്സെട്ര ഈ ഹൈറ്റ് Cn. സോ അതിൻ്റെയൊക്കെ നമുക്ക് എന്താണ് ഡൊമൈൻ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഇത് A1 ആയിരിക്കും അതിൻ്റെ ഡൊമൈൻ. ഈ ഭാഗം മാത്രം A2, ഈ ഭാഗം മാത്രം A3, എക്സെട്ര ദിസ് വൺ AN. ഓക്കെ, ദാറ്റ് ഇസ് എ പാർട്ടീഷൻ. സോ വെൻ നമ്മളിപ്പോൾ ഒരു മെമ്പർ എടുത്ത്, ഒരു എലിമെൻ്റ് എടുത്ത്, ആ എലിമെൻ്റ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ദെൻ എക്സ് ഓഫ് ദാറ്റ് എലിമെൻറ്റ്, എക്സ് ഓഫ് ഒമേഗ. If omega belong here, if omega is here, then x of omega is equal to C1. Omega എവിടെയാണെങ്കിലോ x of omega C2. omega എവിടെയാണെങ്കിലോ
എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു സി എൻ. അതാണ് ഐഡിയ എന്ന് പറയുന്നത്. സോ എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു സി ഐ ഇഫ് ഒമേഗ ബിലോങ്സ് ടു എ ഐ ഫ്രം 1 to n. സോ നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഫ്രം 1 to n സി ഐ ഇൻറ്റു ഐ എ ഓഫ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സമ്മേഷൻ ഐ ഫ്രം 1 to n സി ഐ ഇൻറ്റു, അപ്പോൾ എക്സ് ബിലോങ്സ് ടു, നമ്മളൊരു റാൻഡായിട്ടൊരു നമ്പർ എടുത്തു. നമ്മളൊരു റാൻഡായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഇങ്ങനെ വരുമ്പോൾ ഐ എ വൺ ഓഫ്, ഇതിന് നമുക്ക് വേണമെങ്കിൽ പേരും കൊടുക്കാം, സി എന്ന് പറയുന്ന പേര്. ഐ എ വൺ ഓഫ് സി എന്തായിരിക്കും? സി എ വണ്ണിൽ ഇല്ലാത്തതുകൊണ്ട് ഐ എ എൻ ഓഫ് സി 0 ആയിരിക്കും. ഐ എ ടു ഓഫ് സി എന്തായിരിക്കും? സി എ ടുവിൽ ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയിരിക്കും. ഐ എ ത്രീ ഓഫ് സി എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇൻഡിക്കേറ്റർ ആണ്, 1 ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു എ ത്രീക്ക് മാത്രം 1, ബാക്കിയല്ല അതിന് 0. അപ്പോൾ 1 ഇൻറ്റു ദാറ്റ് സി, അല്ലെങ്കിൽ സി 1 സി ഐ ഉണ്ടല്ലേ, അപ്പോൾ സി ഐ കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു സി ഐ കിട്ടി. ശരിയല്ലേ? എപ്പോഴാണ്? ഇഫ് ദാറ്റ് നമ്പർ ബിലോങ്സ് ടു അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന നമ്പർ ബിലോങ്സ് ടു എ ഐയിലാണെങ്കിൽ. അപ്പോൾ സി ഐ ഇൻറ്റു 1 വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി ഐ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ് ഓഫ് ഒമേഗ സി എന്ന് പറയുന്നതിന് പകരം ഓരോന്നിങ്ങനെ പറയുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടാൽ മതി. ഓക്കെ. ഇനി വാട്ട് ഈസ് എ ഐ? എ ഐ ഈസ് ആക്ച്വലി ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് എക്സ് അല്ലേ? നമ്മൾ ഈ പിക്ചർ നോക്കിയാൽ അറിയാം. എ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൊമൈനാണ്. സി ടു ഹൈറ്റ് വരുന്ന എക്സ് വാല്യൂസിൻ്റെ ഡൊമൈൻ ഏതാണ്? എ ടു ആണ്. സോ അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ എ ഐ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു സി ഐ ദാറ്റ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് ഓഫ് സി ഐ. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ഓഫ് സി ഐ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ നമുക്ക് പറയാം എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനാണ് പറയുക സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഫംഗ്ഷൻ 2.18 ഈസ് കോൾഡ് സിമ്പിൾ ഫംഗ്ഷൻ. ഓക്കെ. Any simple function x can be written in the form x equal to summation. അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ എന്താണെന്ന് പിടികിട്ടും. ചിലപ്പോൾ ഉണ്ടാവും അതിൻ്റെ ഫിഗറുകളൊക്കെ. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഞാൻ വരച്ചത് സ്റ്റെപ്പായിട്ട് പോകുന്നു. എനിവേ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് പല വ്യത്യാസം ഉണ്ടാവും. സി എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഇതാണ് ഒരു സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. A1 A2 A3 S1 ഈ സ്റ്റെപ്പ്, S2 ഈ സ്റ്റെപ്പ് A2, S3 A3 അങ്ങനെ പോകും ഹൈറ്റ്. സോ ഇനി ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം സിമ്പിൾ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട്. അതാണ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ വരിക. അത് നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. സോ എ സിമ്പിൾ ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഫ്രം 1 to n xk into I of ak, where xk's are distinct numerical constants and a1 a2 etc. an is a partition of omega. എക്സാക്ട്ലി നമ്മുടെ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ. ഓക്കെ. എല്ലാം ഡിസ്റ്റോയിൻ്റ്, A1 A2 എക്സ്ട്രാ എൻ എല്ലാം ഡിസ്റ്റോയിൻ്റ് ആണ്. ഓരോന്നും ഓരോ വാല്യൂൻ്റെ ഇൻവേഴ്സ് ഇമേജസ് ആണ്. ഇനി അതിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു നമ്മൾ രണ്ട് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ B1 I/B2. C1 ആണ് B1ലുള്ള ഹൈറ്റ്, C2 ആണ് B2ലുള്ള ഹൈറ്റ്, ഫംഗ്ഷൻ്റെ ഹൈറ്റ്. So x of omega equal to 0 if omega not belongs to B1 and omega not belongs to B2. So that height will be 0. That equal to C1 if omega belongs to B1 and not belongs to B2. That is omega belongs to B1 intersection B2 complement. And A2 knowledge. C2 if omega not belongs to B1 and omega belongs to B2. That is omega belongs to B1 complement intersection B2. And A3 knowledge. And C1 plus C2 if omega belongs to B1 and omega belongs to B2.
that is omega belongs to b1 b2 that equal to a4 അങ്ങനെ വിളിച്ചു. Hence x of omega is equal to xj for omega belongs to aj, where x1 equal to 0, x2 equal to c1, x3 equal to c2, x4 equal to c1 plus c2. അപ്പോൾ അങ്ങനെ 4 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് എഴുതാം. ആൻഡ് a1, a2, a3, a4 forms a partition of omega. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കട്ടെ. ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വാട്ട് ഈസ് ബോറൽ ഫീൽഡ്, സിഗ്മ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോറൽ ഫീൽഡ് സിഗ്മ ഫീൽഡൊക്കെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൂഫിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ സിമ്പിൾ ഫംഗ്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് റിസൾട്ടുകളുണ്ട്. ഇതെല്ലാം നമുക്കിപ്പോൾ അത്രയൊന്നും ആവശ്യമില്ല. എനിവേ ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാൻ മാത്രം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. സോ ഇനിയുള്ള റിസൾട്ടുകൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഇത്ര ഇൻഫർമേഷൻ വെച്ചിട്ട് കേട്ടോ, ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്താൽ മതി. നമുക്ക് ഏതാണ്ട് സിലബസ് വഴി തന്നെ പോവാം. സിലബസ് ഇത് പഠിക്കേണ്ടതല്ല പറയുന്നത്, ഇത് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഓവർ കൺഫ്യൂഷൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം അതൊന്ന് സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പഠിക്കുക. അതുപോലെ തന്നെ ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ അതും ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. നമുക്ക് വേണ്ടത് അടുത്തത് ഒരു റാൻഡം വേരിയബിൾ കൺസെപ്റ്റാണ്. നമുക്കറിയാം സിമ്പിൾ ഫങ്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഫങ്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ സിമ്പിൾ ഫങ്ഷൻ പഠിച്ചു അല്ലേ. ഇനി എന്താണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതിൽ തന്നെ ഒന്ന് രണ്ട് റാൻഡം വേരിയബിളിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. റാൻഡം വേരിയബിൾ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ഇസ് എ സ്ക്രിപ്റ്റ് എ മെഷറബിൾ ഫങ്ഷൻ. നേരത്തെ നമ്മൾ കണ്ടു. എക്സ് ഇസ് സെറ്റ് ടു ബി എ റാൻഡം വേരിയബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇൻവേഴ്സ് ഓഫ് സ്ക്രിപ്റ്റ് ബി, ദാറ്റ് മീൻസ് ദ സിഗ്മ ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ് that is contained in script A. Okay, that is contained in script A. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ എന്ന് പറയാം. സോ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ കേസ് എടുത്താൽ നമുക്കറിയാം ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ റാൻഡം വേരിയബിൾ ആണ്. കാരണം എന്താണ്, ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഏതൊക്കെയാണ്? നൾ സെറ്റ് ഉണ്ട്, എ ഉണ്ട്, ഏതൊക്കെയായിരുന്നു ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇമേജസ് ഏതൊക്കെയാണ്? ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇമേജസ് നൾ സെറ്റ് ഉണ്ട്, ഇക്വേഷൻ നൾ സെറ്റ് എ കോംപ്ലീറ്റ് ഒമേഗ. സോ ദാറ്റ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. അതൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ദാറ്റ് ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? സോ എക്സ് ഇൻവേഴ്സ് ഐ എ ഇൻവേഴ്സ് ഓഫ് script B is a member of sigma field അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഐ എ ഇസ് എ റാൻഡം വേരിയബിൾ. ഐ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയും. കാരണം ഐ എ എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻവേഴ്സ് ഇമേജ് എന്തിലുണ്ട്? സിഗ്മ ഫീൽഡിലുണ്ട്. മനസ്സിലായില്ലേ? ഇൻവേഴ്സ് ഇമേജസിൻ്റെ സിഗ്മ ഫീൽഡിൽ ഐ എ ഇൻവേഴ്സ് ഓഫ് ബി എന്നുള്ളത്. ഐ എ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നെങ്കിൽ നൾ സെറ്റ്, അല്ലെങ്കിൽ എ കോംപ്ലീറ്റ്, അല്ലെങ്കിൽ ഹോൾ സെറ്റ്. അത് ശരിക്കും ആ സിഗ്മ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ഐ എ ഇസ് എ റാൻഡം വേരിയബിൾ. ഇനി അതുപോലെ തന്നെ സിമ്പിൾ ഫംഗ്ഷൻ്റെ കേസ്. എന്താണ് സിമ്പിൾ ഫംഗ്ഷൻ? നമ്മൾ കണ്ടു. സിമ്പിൾ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇമേജസ് നമുക്കറിയാം എന്താണ്? നൾ സെറ്റ്, ഹോൾ സെറ്റ്, പിന്നെ A1, A2, A3, അല്ലെങ്കിൽ A1 പ്ലസ് A2, A1 പ്ലസ് A3, അല്ലെങ്കിൽ A2 പ്ലസ് A3. ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ. അതെല്ലാം എന്തിലുണ്ട്? ദാറ്റ് ഈസ് contained in the sigma that belongs to the sigma field containing the partition
A1, A2 എക്സെട്ര AN. ഓക്കെ, അത് ആ സിഗ്മ ഫീൽഡിലെ മെമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം സിമ്പിൾ ഫംഗ്ഷനും സ്ക്രിപ്റ്റ് എ മെഷറബിൾ എന്ന് പറയാം. സിമ്പിൾ ഫംഗ്ഷൻ ഈസ് എ സ്ക്രിപ്റ്റ് എ മെഷറബിൾ. ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ സ്ക്രിപ്റ്റ് എ മെഷറബിൾ ആണ്, സിമ്പിൾ ഫംഗ്ഷൻ സ്ക്രിപ്റ്റ് എ മെഷറബിൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ അല്ലേ, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഫംഗ്ഷൻ. എന്താണ് നെഗറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് പ്ലസ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ ഇഫ് എക്സ് ഓഫ് ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സ് ഓഫ് ഒമേഗ പോസിറ്റീവ് ആകുമ്പോൾ അതിനെ നമ്മൾ നോൺ നെഗറ്റീവ് എന്ന് പറയുന്നു. അതുപോലെ എക്സ് ഓഫ് ഒമേഗ നെഗറ്റീവ് ആകുമ്പോൾ അതിന് നെഗറ്റീവ് എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്ക് വേറൊരു മെഷർ തിയറി എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ആ മെഷർ തിയറിയുടെ ബുക്ക് നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ കുറേയേറെ മെഷറബിൾ കൺസെപ്റ്റ് നമ്മളതിൻ്റെ വളരെ സംക്ഷിപ്ത രൂപം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? ശരിക്കും പണ്ടൊക്കെ മെഷറിൻ്റെ ഒരു പേപ്പർ തന്നെ ഉണ്ടായിരുന്നു, ബാർട്ടിൽ എലിമെൻറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറയാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ തരാം. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരില്ലായിരിക്കും, പക്ഷേ ഇനി ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് ആ മെഷർ തിയറിയുടെ മെഷർ തിയറിയുടെ കൺസെപ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയാകുമ്പോഴേ നമുക്കിതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓണായിരുന്നോട്ടെ. പേപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു, പ്രോബബിലിറ്റി തിയറി വേറൊരു പേപ്പർ, മെഷർ മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല, ആ ഒരു ഇൻഡെപ്ത് നോളജ് വരണമെങ്കിൽ മെഷർ തിയറി കൂടി അറിയണം. എലിമെൻറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ എലിമെൻറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ തരുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇത്ര നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യ ഭാഗങ്ങളിലുള്ളത്. റിയൽ നമ്പർ സിസ്റ്റം, ഇൻഫിമം, സുപ്രീമം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? മെഷറബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ സിഗ്മ ഫീൽഡ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സിഗ്മ ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ എപ്പോഴാണ് മെഷറബിൾ എന്ന് പറയാം? എ ഫംഗ്ഷൻ ഇസ് സെറ്റ് ടു ബി മെഷറബിൾ ഇഫ് സെറ്റ് ഓഫ് ഓൾ ഒമേഗ, ഇവിടെ നൊട്ടേഷനൊക്കെ വ്യത്യാസമുണ്ട്. സെറ്റ് ഓഫ് ഓൾ ഒമേഗ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ബിലോങ്സ് ടു എക്സ്. അതായത് ഇൻവേഴ്സ് ഇമേജസ് സ്ക്രിപ്റ്റ് എക്സിലുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റ് എയിലുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് ഇമേജസ് സ്ക്രിപ്റ്റ് എയിലുണ്ട്. അങ്ങനെയുള്ള സെറ്റിനെയാണ് മെഷറബിൾ സെറ്റ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, അത് മെഷറബിൾ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് നമ്മുടെ സിമ്പിൾ ഫംഗ്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. హలో సార్ అది చార్జ్ ది രണ്ടു മണിക്കും ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ ചാർജ് കഴിയാറായി കുറെ പേരുടെ. ഓക്കെ, അപ്പോൾ നമുക്കത് തൽക്കാലം അവസാനിപ്പിക്കും. ഞാൻ ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ജസ്റ്റ് അതൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ് കേട്ടോ, മെഷറബിൾ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താൻ കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ നിങ്ങളത് വർക്കൗട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇതിലെല്ലാം എഴുതണ്ട,
ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രധാനപ്പെട്ട ഇതൊരു ബുക്കാണ്. ബുക്കാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും ആവശ്യം വരില്ല. അതേസമയം നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളെല്ലാം എഴുതുക കേട്ടോ. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളെല്ലാം എഴുതുക. അതേസമയം എല്ലാം എഴുതുന്നത് ഞാൻ പറയുന്നില്ല, മനസ്സിലായി? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം റിസൾട്ടുകളും അതിൻ്റെ പ്രൂഫുകളും എഴുതുക കേട്ടോ. ഓക്കെ.